ഞാൻ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ആദ്യം വരുന്ന കാലം 82 ആണ്. ഞാനും ശ്രീനിയും ഒരുമിച്ചുണ്ടായിരുന്നു. ആ സിനിമയുടെ ഒരു പകുതി എഴുതിയത് ശ്രീനിയാണ്, മറ്റേ പകുതി എഴുതിയത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുള്ള ഞാനാണ്. ശ്രീനി എന്ന് അത്യാവശ്യം സ്റ്റാർ ആയി കഴിഞ്ഞു. ശ്രീനി ഈസ് നോൺ ഇൻ ദ ഇൻഡസ്ട്രി. അതിനുശേഷം ഞാൻ പത്രപ്രവർത്തകനായി. ഞാൻ ശ്രീനിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ പത്രപ്രവർത്തനം വിട്ടു. ഞാൻ ശ്രീനിയുടെ മകനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഭാഗ്യമല്ലേ? ശ്രീനിയുടെ മകൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു. ഇപ്പോൾ ടെൻഷനുണ്ടോ? ഇല്ല, എനിക്ക് പെട്ടെന്ന് രഞ്ജിയങ്ങൾ എന്നെ ഞാൻ ഇരിക്കുന്നതിൻ്റെ ടെൻഷനാണ്. എനിക്ക് ഇതിപ്പോൾ വിനീതിൻ്റെ ഇതിന് മുൻപുള്ള സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു ട്രാക്ക്, വേറൊരു തരം സിനിമ, അതും ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ളൊരു സിനിമ, മുൻ സിനിമകളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലപ്പുറം ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു സിനിമ. അങ്ങനെ ഒരു ഡീവിയേഷൻ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇത് അക്സെപ്റ്റ് ചെയ്യുമോ? എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ? ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്തതല്ല രഞ്ജിയങ്ങളെ. ശരിക്ക് തിര കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു അടുത്ത സിനിമേനെ പറ്റിയിട്ടുള്ള ഒരു ആലോചനയും തിരയുടെ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിൽ ഇങ്ങനെ പല കാര്യങ്ങളും പ്രോസസ്സ് ചെയ്ത് നടക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ എൻ്റെ സുഹൃത്ത് ഗ്രെഗറിയുടെ ലൈഫിൽ ഒരു അങ്ങനെ അറിയാവുന്ന സുപ്രധാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്, നമ്മുടെ സിനിമയുടെ ടെയിലൻറ്റുമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യം നടക്കുന്നത്. അപ്പോൾ അതവൻ എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ ആയിട്ടും മെസ്സേജായിട്ടും അയച്ചു തന്നു. ആ ഒരു സംഗതി അവൻ അയച്ചു തന്നു. അത് അയച്ചു തന്നപ്പോൾ കുറേ വർഷമായിട്ട് എനിക്ക് അവനെ അറിയാം. കുറച്ച് നാളായിട്ട്, കുറേ വർഷം എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ ഒരു 8-9 വർഷത്തിലധികമായിട്ട് എനിക്ക് ഗ്രെഗിനെ അറിയാം. അപ്പോൾ അവൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പരിശ്രമത്തിലെത്തിയത് എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും അവന് അടുത്തറിയാവുന്നതുകൊണ്ട് അവൻ എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു ഫീൽ എനിക്ക് കിട്ടി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ ചില തോട്ട്സ് നമ്മളെ ഹിറ്റ് ചെയ്യൂലേ, അപ്പോൾ അങ്ങനെ ഹിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒരു വോയിസ് ഓവർ വരുന്നുണ്ടല്ലോ പടത്തിൽ, ആ വോയിസ് ഓവർ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതാണ് തുടക്കം. ആ വോയിസ് ഓവർ മനസ്സിലേക്ക് വന്നു. അത് വന്ന ഉടനെ എനിക്ക് ഇതൊരു സിനിമയാക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ അത് തോന്നി അടുത്ത സെക്കൻഡിൽ എനിക്കറിയാം ഇത് എളുപ്പമല്ല, ഇത് എൻ്റെ ഒരു പക്വതയുടെ ലെവൽ വെച്ച് എനിക്ക് പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീൻ പ്ലേ അല്ല ഒക്കെ അറിയാം. പക്ഷേ ഇത് പറയണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉള്ളിൽ തോന്നി. അങ്ങനെയാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ഹ്യൂമർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിമിതികളില്ലാത്ത ഒരുപാട് ഏരിയസ് ഉണ്ട് ഹ്യൂമർ ചെയ്യുമ്പോൾ. സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന ഹ്യൂമറുണ്ട്, ലൊക്കേഷനിൽ ഉരുത്തിരിയുന്ന ഹ്യൂമറുണ്ട്, ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഇത് അങ്ങനൊന്നും അല്ലല്ലോ, ഒരു റിയൽ ലൈഫ് അനുഭവം, അതും നമുക്ക് വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം. അതിനെ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്? എനിക്ക് ഈ സിനിമ കൺസീവ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ടോട്ടലി ഒരു സീൻ ഓർഡറിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒട്ടും മെലോ ഡ്രാമാറ്റിക് ആവാൻ പാടില്ല. എനിക്കിഷ്ടമുള്ള ഫാമിലി ഡ്രാമയിൽ പെടുന്ന അല്ലെങ്കിൽ ഡ്രാമയിൽ പെടുന്ന സിനിമകളുണ്ട്. ആ സിനിമകളുടെ ഒരു നിലവാരത്തിൽ അടുത്തെങ്കിലും എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എത്തണമെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കട്ട് ചെയ്യണം. സാധാരണ സിനിമ നമ്മൾ എഴുതുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഓവർഡു ചെയ്തു. ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത എഴുത്താണ്. അതെ, ശരിക്ക് ഹ്യൂമറിന് എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിൽ കുത്തിമറിഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ തിയേറ്ററിലുള്ള ആളുകളുടെ റിയാക്ഷൻ മാത്രമാണ് ആലോചിക്കുന്നത്. ഇതിലതൊന്നും ആലോചിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു പ്യൂരിറ്റി നമ്മൾ ആ ലൈഫിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അക്കാര്യത്തിലൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറഞ്ഞു പോവോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് വരും ഭയങ്കരമായിട്ട്. പിന്നെ വല്ലാണ്ട് ഡൗട്ട്സ് വരുന്ന സമയത്ത് ഞാൻ തന്നെ എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കും. കാരണം എനിക്കുള്ളിൽ ഭയങ്കരമായിട്ട് ബാധിച്ചൊരു ഫീലുണ്ട്. അതെ.
അപ്പോൾ എനിക്കത് ഉള്ളിൽ അത്രയും ആഴത്തിൽ അത് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെയാണല്ലോ കാണുന്ന മനുഷ്യന്മാരും. അപ്പോൾ അവർക്കും എവിടെയെങ്കിലുമൊക്കെ അത് കുറച്ചൊക്കെ ടച്ച് ചെയ്യുമല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ പ്രൊസീഡ് ചെയ്യും. അങ്ങനെയാണ്. വേറൊരു ചാലഞ്ച് ഇതിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. വേറൊന്ന് ടിപ്പിക്കൽ മലബാർ ലാംഗ്വേജിൻ്റെ ആളുകളാണ് അല്ലേ? ഇതിന് മുമ്പുള്ളതെല്ലാം ആ സെറ്റിങ്ങിലുള്ളതാണ്. ലാംഗ്വേജ് അതാണ്, സ്ലാങ് അതാണ്, ലൈഫ് അതാണ്. ഇത് ടോട്ടൽ ട്രാവൻകൂർ ലാംഗ്വേജ്. ദുബായ് പോലെ വളരെ സ്ട്രേഞ്ച് ആയിട്ട് നമ്മൾ ജീവിച്ചിട്ടില്ലാത്ത വേറൊരു ഒരു ലാൻഡ്സ്കേപ്പ്, ഒരു ലൈഫ് സ്കേപ്പ്. അതെങ്ങനെയാണ് ആ അഡാപ്റ്റേഷൻ എങ്ങനെയാണ് പറ്റിയത്? ഈ പ്രത്യേകിച്ചും സ്ലാങ്. ഞാൻ പ്രത്യേകിച്ചും ഡയലോഗിനെ കുറിച്ച് നമുക്ക് ചില ധാരണകളുണ്ടല്ലോ, നമ്മളൊരു ഡയലോഗ് എഴുത്തുകാരനും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ശീലിച്ചിട്ടില്ലാത്ത ഒരു ഭാഷ, അത് ഇതിലെ മുഴുവൻ കഥാപാത്രങ്ങൾ വേറെ കുറേ ആ ലാംഗ്വേജ് സംസാരിക്കും. മധ്യ തിരുവിതാംകൂർ ഭാഷ, അതും വീടിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷ. അതെങ്ങനെ പിടിച്ചു കിട്ടി? അത് രഞ്ജിങ്ങളെ, അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിൽ ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഭയങ്കരമായിട്ട് അവരുമായിട്ടുള്ള അടുപ്പം കുറച്ച് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്ന് പറയുന്നത് ഇതിൽ കാസ്റ്റ് ചെയ്ത ആളുകൾ വരുമ്പോഴാണ്. ഇപ്പോൾ രഞ്ജിയങ്ങൾ സ്ക്രീനിൽ വന്ന് എന്നാ പറ്റിയടാ എന്ന് ചോദിക്കുമ്പോൾ ആ ഏരിയ അത് കറക്റ്റാണ്. അതിന് കറക്റ്റായിട്ടുള്ള ആർട്ടിസ്റ്റ് വന്ന് അത് ചെയ്യുമ്പോഴാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മൊത്തം ഡയലോഗ്സിൻ്റെ കാര്യത്തിൽ ഒരു മിതത്വം, അതൊക്കെ ഒരു എടുത്ത് പറയാൻ തോന്നുന്ന ചില സംഭവങ്ങളാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഞാൻ വായിച്ചതാണ്. അപ്പോൾ എഴുത്തിൽ തന്നെ അത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആർട്ടിസ്റ്റിന് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് അതിലുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരു ലാംഗ്വേജ് കൃത്യമായിട്ട് മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു ജീവിതം പ്രതിഫലിക്കുന്ന ഒരു ലാംഗ്വേജും ആ സംഭാഷണങ്ങളും കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് പറയുന്നത് എനിക്ക് അത് വളരെ ഒരു വലിയ ചലഞ്ച് തന്നെ ആയിരുന്നിരിക്കണം. അബദ്ധം പറ്റിയതായിരിക്കും.